തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. മായന്നൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം കുറിച്ചു. പാണ്ഡവര് ഈ അഹങ്കാരം വർദ്ധിച്ചാൽ, ഞാൻ രാവിലെ നമ്മൾ കഥ പറയുന്ന ഒരു അതൊന്നര മഹാത്മ്യം പറയുമ്പോഴാണോ അറിയില്ല, ഭാഗവതം എന്ന് പറഞ്ഞില്ലേ, ആ ഗർവ്, ഭാഗവതം എന്നുള്ളതിലെ ഗർവ് നിങ്ങളുടെ മനസ്സിൽ, ഇവരൊക്കെ മനസ്സിലുണ്ട്. ആ ഗർവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഗർവുണ്ടാവരുത്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടെ 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 ആപത്തുകൾ ഇങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ആപത്തുകൾ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുക. ഏവരെയും സ്ഥിതിയാണ് ഭൂമിയിൽ, അല്ലേ? എന്തെങ്കിലും വരുമ്പോൾ അയ്യോ ഗുരുവായൂരപ്പ, അല്ലെങ്കിൽ അയ്യോ ഭഗവതി, അങ്ങനെ ഓരോരുത്തർ ആപത്ത് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ എപ്പോഴും എന്നെ അല്ലെങ്കിൽ ആ ഈശ്വരനെ, ആരാ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആ ഈശ്വരനെ നമ്മൾ വിചാരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിങ്ങനെ കൂടെ 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 ആപത്തുകൾ ഭഗവാൻ മനസ്സറിഞ്ഞ് തരികയാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ 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 എന്നെ വിളിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ഈ അഹങ്കാരം കൊണ്ട് ആകെ ഒരു എന്തെന്നില്ലാത്തൊരു നില നിങ്ങൾക്ക് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഏപ്രിൽ 27 ഞായറാഴ്ച മുതൽ മെയ് 4 വരെയാണ് ഭാഗവരത്നം അരവിന്ദാക്ഷൻ നെടുങ്ങാടി യജ്ഞാചാര്യനായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. യജ്ഞത്തിന്റെ ആദ്യ ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം ആചാര്യവരണം, ദീപാരാധന, മാഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് നെയ്വിളക്കേന്തി നാമജപത്തോടുകൂടി ഭക്തരുടെ ക്ഷേത്ര പ്രദക്ഷിണം നടന്നു. കൂടാതെ വിഷ്ണു സഹസ്രനാമജപം, കൂട്ടപ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ഭഗവത പാരായണവും പ്രഭാഷണവും നടത്തി. സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തി സ്തുതി, ഭീഷ്മസ്തുതി, പാണ്ഡവമുക്തി, ശ്രീ ശൂകാഗമനം തുടങ്ങിയ പാരായണ ഭാഗങ്ങൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു വരുന്നു. കലങ്കണ്ടത്തൂർ ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് 15ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. CCV ന്യൂസ്, കൊണ്ടാഴി.